ഹേ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ചിക്കൻ കറിയാണ്. ഇതെൻ്റെ അമ്മയുടെ ഒരു സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ കറിയാണ് കേട്ടോ. സിമ്പിളാണ്, നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളി എടുത്തിട്ടുണ്ട്, ചെറിയുള്ളി ഉണ്ട്, തക്കാളി ഉണ്ട്, പച്ചമുളക് ഉണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ചതാണ്. അതേപോലെ തന്നെ ചിക്കൻ ഞാൻ കഴുകി നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ ഉള്ളി വഴറ്റുന്നത് മുതലേ നമ്മൾ കുക്കറിലാണ്. അപ്പോൾ ഞാനൊരു കുക്കർ നന്നായിട്ട് കഴുകി അതൊന്ന് ചൂടായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ പാർന്നിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഉള്ളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 വെല്ലുള്ളിയാണ്, മീഡിയം സൈസിലെ 2 വെല്ലുള്ളി, കുറച്ചൊരു 4-5 ചെറിയുള്ളിയാണ്. ചെറിയുള്ളി കട്ട് ചെയ്യാതെ ഇതേ കണക്കിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കറിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഉള്ളി ഞാൻ നല്ല തിന്നായിട്ടാട്ടോ കട്ട് ചെയ്തത്. നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ പാർന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെല്ലുള്ളിയും ചെറിയുള്ളിയും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് വഴണ്ട് വരണം. വഴണ്ട് വരുന്നതിനനുസരിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും കറിക്ക്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം ഉള്ളി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വെളിച്ചെണ്ണ പാർന്നതിന് ശേഷം പെരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഉള്ളി ഇടാം. ഞാൻ ഉള്ളി ഇട്ടതിന് ശേഷം കേട്ടോ പെരിഞ്ജീരകം ഇട്ടത്. അപ്പോൾ ഉള്ളി അത്യാവശ്യം ഒന്ന് ലൈറ്റ് ഗോൾഡൻ കളറായി വന്നതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളി ഞാൻ 4-5 അല്ലിയാണ് എടുത്തത്. അതേപോലെ തന്നെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളീൻ്റെ ഒക്കെ ആ പച്ചമണം മാറിയതിന് ശേഷം ഞാൻ കുറച്ച് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഞാൻ 2 ആട്ടോ എടുത്തത്. അപ്പം നിങ്ങൾക്ക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഞാൻ 2 ഇട്ടുള്ളൂ, കാരണം മുളക് പൊടിയും കുരുമുളകൊക്കെ ആഡ് ചെയ്യുന്നതിനെ കൊണ്ട് ഞാൻ വെറും 2 പച്ചമുളക് മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇതെല്ലാം അത്യാവശ്യം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മീഡിയം സൈസിലെ ഒരു തക്കാളിയാണ്. അത് നന്നായിട്ട് ഒരു തിന്നായിട്ടുള്ള സ്ലൈസസിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ്. അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് വഴറ്റിയെടുക്കുന്നതിനനുസരിച്ച് നമുക്ക് കറിക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും, അതേപോലെ തന്നെ നല്ല കളറും ഉണ്ടാവും കേട്ടോ. ഇതേപോലെ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് കാശ്മീരി മുളകും സാദാ മുളകും കൂടി നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്. അതുകൊണ്ട് അത്യാവശ്യം എരിവുണ്ടാവും. അതുകൊണ്ട് ഞാൻ 2 സ്പൂൺ മാത്രമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ ചേഞ്ചസ് വരുത്താം. അതിനുശേഷം ഒരു തുള്ളി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ മസാലകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഗരം മസാലയും മല്ലിപ്പൊടിയും അതേപോലെ തന്നെ ചിക്കൻ മസാലയാണ് ആഡ് ചെയ്യുന്നത്. ഈ സമയത്ത് നിങ്ങൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മസാലകൾ പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഈ മസാലകളെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഇത് വഴറ്റി കൊടുക്കുക. ഞാൻ ഇതൊക്കെ എൻ്റെ ഒരു കൈ കണക്കിനനുസരിച്ചിട്ടാട്ടോ ആഡ് ചെയ്തത്. ഇതേ സമയം കുറച്ച് ഉപ്പും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതേപോലെ നിങ്ങൾ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മളെ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ആ ചിക്കനിലേക്ക് ഈ മസാല പിടിക്കുന്ന രീതിയിൽ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക.
ചിക്കനിൽ മസാലയൊക്കെ പിടിച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇളം ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ്റെ അതേ ലെവലിൽ തന്നെ കേട്ടോ ഞാൻ വെള്ളം പാർന്ന് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ ഗ്രേവിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ കൂട്ടുകയും ചെയ്യുക കുറയ്ക്കുകയും ചെയ്യുക. അപ്പം ഞാൻ ഇതിൽ ചിക്കൻ്റെ അതേ ലെവലിൽ തന്നെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേ കണക്കിന് വെള്ളം ഞാൻ ഇതിൽ പാർന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ കുക്കർ നല്ലതായിട്ട് ടൈറ്റായിട്ട് മൂടിയതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതിലേക്ക് 2 വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. രണ്ട് വിസിൽ വന്നപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. അതിനുശേഷം അതിൻ്റെ ഉള്ളിലത്തെ എയറൊക്കെ പോകുന്നത് വരെ വെയിറ്റ് ചെയ്തു. പിന്നീട് അത് ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് ഇതേപോലെ ആയിരുന്നു കേട്ടോ ചിക്കൻ കറി ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഗ്രേവി വറ്റിച്ചെടുക്കാം. അത്യാവശ്യം നന്നായിട്ട് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ബോയിൽ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഗ്രേവി വറ്റിച്ചെടുക്കാൻ പറ്റും. ഇത് നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഉപ്പും കുരുമുളകും ഒക്കെ നോക്കാം കേട്ടോ. അതേപോലെ തന്നെ ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഈ തിളച്ച് വരുമ്പോൾ നമ്മളിതിലേക്ക് അവസാനമാണ് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു തുള്ളി വെളിച്ചെണ്ണ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം അതൊന്ന് ബോയിൽ ചെയ്ത് തിക്കായി വരുന്നത് വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളെ ചിക്കൻ കറി ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ആദ്യമായിട്ട് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാൻ പോകുന്നവർക്ക് ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു കറി നിങ്ങൾക്ക് എല്ലാത്തിനും നല്ല സ്യൂട്ടാട്ടോ. ഇപ്പോൾ ഈവൻ നെയ്ച്ചോറിനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നിങ്ങളെ ഫീഡ്ബാക്ക് പറയും വേണം. അപ്പോൾ ഞങ്ങളെ ചാനൽ ഇഷ്ടമാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ഞങ്ങളെ വീഡിയോസ് ലൈക്ക് അടിക്കാനും മറക്കരുതേ.